ഇത് നമുക്ക് ബ്രെഡ് ഓംലേറ്റ് സാൻഡ്വിച്ച് ബോക്സ് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഓംലേറ്റും പിന്നെ ചീസും പിന്നെ മയോനൈസ് ഒക്കെ ചേർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ചെയ്യുന്നത്. ഇതിന്റെ പുറത്തെ കോട്ടിങ് കൊടുക്കുന്നത് മൈദപ്പൊടിയും പിന്നെ ബ്രെഡ് ക്രംസും കൂടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കും. അപ്പൊ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എന്റെ മനസ്സിൽ വന്നൊരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റെസിപ്പിയാണിത്. അപ്പൊ ഇതിന്റെ പുറത്തെ കോട്ടിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഉള്ളിലായിരുന്നാലും ആ ഓംലേറ്റും പിന്നെ ചീസൊക്കെ കൂടിയിട്ടാണ് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ ഫില്ലിംഗ് ആണല്ലോ വെക്കുന്നത്. അപ്പോൾ ആ മുട്ടയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ചേർക്കാം എല്ലാവരും മുട്ടയിലേക്ക്. പിന്നെ സവോള ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ക്യാരറ്റും പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളിയും ചേർക്കുന്നുണ്ട്. അത് കുറച്ച് ചേർത്താൽ മതി. സവോള കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു വലിയൊരു സവോള അതും ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും വേണം. ഇതെല്ലാം കൂടിയിട്ട് മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് മുട്ട നമ്മൾ സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ മുട്ട പൊരിച്ചിട്ടെടുക്കും. മുട്ടയും കൊണ്ട് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കില്ലേ അതേപോലെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടെടുക്കും. അപ്പം അതാണ് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. പിന്നെ ബ്രെഡ് വേണം. ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുക്കുന്നത്. അപ്പം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഈ മുട്ട കൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ടോസ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക പാനിലിട്ടിട്ട്. അല്ലെങ്കിൽ ഒന്നും ചേർക്കാണ്ട് തന്നെ ബ്രെഡ് 2 സൈഡൊന്ന് മുരിച്ചിട്ടെടുക്കുക. ഈ നമ്മൾ ഈ മുട്ടയുടെ ഫില്ലിങ് വെക്കുമ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് മുട്ടയുടെ ഫില്ലിങ് വെക്കില്ലേ അത് വെക്കണ സമയത്ത് അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മയോനൈസ് എടുത്തിട്ടുണ്ട്, ചീസും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ചീസിൻ്റെ ഷീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചീസിൻ്റെ ഷീറ്റ് വയ്ക്കാം. കാരണം ഇത് റെഡി ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു സാൻഡ്വിച്ച് വെച്ചിട്ട് 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചീസായിരുന്നാലും ഇപ്പോൾ നമുക്ക് 2 എണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വെക്കാം. പിന്നെ ഈ ബ്രെഡിൻ്റെ പുറത്ത് നമ്മളൊരു കോട്ടിങ് കൊടുക്കുന്നത് ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ഈ മുട്ട പൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് മുട്ട ചേർക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ഇതൊക്കെ ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കാം, തക്കാളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഗരം മസാല ഒന്നും ചേർക്കണില്ല. കാരണം ഇതിലേക്ക് നമ്മൾ ആ ചീസ് വെക്കുന്നുണ്ടല്ലോ, ഗരം മസാലയുടെ ടേസ്റ്റും ചീസും കൂടിയിട്ട് വരുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ക്യാരറ്റും സവോളയും തക്കാളിയൊക്കെ ചേർത്തില്ലേ, അതിങ്ങനെ ഒരുപാട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, ഭയങ്കര തിക്കായിട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് ആയിരുന്നാലും തക്കാളി ആയിരുന്നാലും സവോളയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്തേക്കുന്നത്.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചിട്ട് എടുക്കണം. ഇത് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ബ്രെഡ് ക്രംസ് ആകെ കുതിർന്നു പോകും. ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർക്കാം. നമ്മുടെ കൈമേൽ ഒട്ടി പിടിക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം എങ്ങാനും കൂടിയാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ പൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമ്മുടെ കൈമേക്ക് ഇതേപോലെ ഒട്ടിപ്പിടിക്കും. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഏകദേശം അളവിൽ ചേർക്കാം. കൃത്യം ഇത്രയ്ക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണ്ട, കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസും കൂടി ചേർക്കുമല്ലോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതേപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കും ഈ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കൈ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതും ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുകളിൽ മാത്രമേ നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസാണ് ചേർത്തേക്കുന്നത്. അതായിരുന്നാലും ഇങ്ങനെ കറക്റ്റായിട്ടൊരു അളവ് വേണമെന്നില്ല. നിങ്ങൾ അതനുസരിച്ചിട്ട് ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇടുക. ഈ പൊടിയുടെ എല്ലായിടത്തും ഈ ബ്രെഡ് ക്രംസ് ഇങ്ങനെ നന്നായിട്ടാവണം. ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലായിടത്തും നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി എക്സ്ട്രാ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഇത് ഞാനിവിടെ ഈ പാത്രത്തിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടാണ് ഇത് നല്ല മയത്തിൽ കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മാവ് ഞാനിവിടെ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം. ഇതിലേക്കുള്ള മുട്ടയുടെ ഓംലേറ്റ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കണം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം. ഇത് വെക്കുമ്പോൾ അതേപോലെ തുറന്ന് വെക്കാണ്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. മുട്ടയും കൊണ്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിക്കുക. ഇത് തിരിച്ചിട്ട് പിന്നെ മുട്ടയ്ക്ക് ഇതേപോലെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് വേവിക്കണ്ട. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എത്ര ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കണ്ടേ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണ മയോനൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ചീസിൻ്റെ ഷീറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഷെഡ് ചെയ്തെടുത്തേക്കുന്ന ചീസായിരുന്നാലും കുഴപ്പമില്ല. ഇനി എന്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തേക്കണ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡിനെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് ഇതേപോലെ ഇങ്ങനെ 2 സ്ലൈസ് ഇങ്ങനെ ഒരേപോലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ 2 സ്ലൈസ് നമുക്ക് ഒരേപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 സ്ലൈസ് ബ്രെഡും ഇതേപോലെ ഇങ്ങനെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് മയോനൈസ് തേക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് വയ്ക്കാം. ഈ ബ്രെഡിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് വയ്ക്കുക. ഒരു ഏകദേശം അളവിൽ വയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് വെച്ചോ, കുഴപ്പമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ ഷീറ്റ് വയ്ക്കാം.
ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുക. ഇതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നീക്കി വയ്ക്കുക. ഇനി നമ്മൾ മൈദപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല കനം കുറച്ചിട്ട്, എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് വലിയ ഉരുളയാക്കിയിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ബ്രെഡ് ഫുള്ളായിട്ടാണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സൈഡ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ട, കാരണം ആ ബ്രെഡ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല വലുപ്പം വേണം. ഇതിൻ്റെ ഉള്ളിലേക്ക് സാൻഡ്വിച്ച് വയ്ക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് മടക്കി നോക്കാം, അപ്പോൾ എത്ര ഉണ്ടോയെന്ന് നോക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഏകദേശം എത്ര വലുത് വേണമെന്നുള്ളത്. ഈ എൻ്റെ ഇവിടെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് സൈഡൊന്ന് ഭംഗിയാക്കാം. ഇത് ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഈ സൈഡും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കിട്ടും. ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. ഇതേപോലെ നേരെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അടിഭാഗം ഒന്നുകൂടി ഒന്ന് ഒട്ടിയിരുന്നോളൂ. എല്ലാവരും ഇതേപോലെ തന്നെ പരത്തിയിട്ട് ഇടുക. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ 3 എണ്ണമാണ് റെഡിയാക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മൈദപ്പൊടി കുഴച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളിപ്പോൾ കറക്റ്റ് ഒരു 2 കപ്പ് മൈദപ്പൊടിയും ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ 4 ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. ബാക്കി ഇത്രയ്ക്ക് മാവാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഇത് കട്ട് ചെയ്ത് മാറ്റിയത് ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ട്. പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് ഇനി ഒരെണ്ണത്തിനും കൂടി ഉള്ളത് ബാക്കിയുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഒരു ഏകദേശം ഒരു 12 മിനിറ്റിൻ്റെയൊക്കെ അടുത്തെടുക്കും. ഇത് ഒരുപാട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. അതൊരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിട്ട് ഇടുമ്പോഴായിരുന്നാലും ഇതേപോലെ ഒരു പക്കട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പക്കട് വെച്ചിട്ട് തിരിച്ചിട്ടിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ മേത്തേക്ക് ഓയിൽ തെറിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് ഈ ചട്ടകം കൊണ്ട് തിരിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേത്തേക്ക് എണ്ണ തെറിക്കും. ഇത് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ വറുത്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഒട്ടും ഓയിലൊന്നും കുടിക്കുന്നില്ല. നമ്മുടെ എഗ് സാൻഡ്വിച്ച് ബോക്സ് അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതേപോലെ ഇങ്ങനെ ഇരിക്കും.
ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിംഗ് ഒക്കെ ആയിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ ആ ചീസും മയോനൈസും പിന്നെ മുട്ട ഓംലേറ്റ് എല്ലാം കൂടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ പുറത്തെ കോട്ടിംഗ് ആയിരുന്നാലും അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്തിട്ടാണല്ലോ മൈദപ്പൊടി കുഴച്ചിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വരണം.